അപ്പം ഇന്നത്തെ വിഷയം ഭഗവത്ഗീത യഥാരൂപം 1-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 3 ശ്ലോകങ്ങളാണ്. 1-ാമത്തെ അധ്യായം എന്താണ്? ടൈറ്റിൽ എന്താണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ? സെറ്റിംഗ് ദ സീൻ അല്ലേ? സെറ്റിംഗ് ദ സീൻ, അതായത് കുരുക്ഷേത്രത്തിൻ്റെ യുദ്ധകളത്തിൽ എന്താണ്? കുരുക്ഷേത്രത്തിൻ്റെ യുദ്ധകളത്തിൽ എന്താണ്? സൈന്യ നിരീക്ഷണം. ആരാണ് നിരീക്ഷിക്കുന്നത്? അർജുനനാണ് നിരീക്ഷിക്കുന്നത്. ആര്? അർജുനന്റെ തേരോട്ടി ആരാണ്? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ ഈ അധ്യായം തുടങ്ങുമ്പോൾ എന്ത് പറയും? അർജുനൻ എന്ത് പറയും? രഥസ്ഥാപയമേ അച്യുത എന്ന് പറയും അല്ലേ? കൃഷ്ണ, അച്യുത, നീ ഇരുവരുടെയും ഇടയിൽ രഥം നിർത്തിയാലും എനിക്ക് 2 പേരെയും കാണണം. ഈ മറ്റ് നമ്മളുടെ പാണ്ഡവർ സേന എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. എത്ര സേനയാണ്, എത്ര അക്ഷോഹിണിയാണ് പാണ്ഡവ സേന എന്ന് പറയുന്നത്? 7 അക്ഷോഹിണിയാണ്. കൗരവസേന എത്ര അക്ഷോഹിണിയാണ്? 11 അക്ഷോഹിണിയാണ് അല്ലേ? കൗരവസേന പാണ്ഡവസേനയും കാട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതിൽ ഒരു അക്ഷോഹിണി എന്ന് പറയുന്നത് പല്ലായിരക്കണക്കിനുള്ള ആനകളും ഗജവീരന്മാരും പല്ലായിരക്കണക്കിനുള്ള പല ലക്ഷങ്ങളിലുള്ള കുതിരപ്പടയും തേരുപടയും പല കോടി കാലാൾപ്പടയും ഉള്ളതാണ് ഒരു അക്ഷോഹിണി എന്ന് പറയുന്നത്. അപ്പോൾ 11 അക്ഷോഹിണി അപ്പുറത്തും 7 അക്ഷോഹിണി ഇപ്പുറത്തും. അപ്പോൾ അവിടെ ഏത് യുദ്ധം ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി അർജുനൻ രഥത്തിനെ നടുക്ക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഈ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അർജുനൻ വിഷമത്തോടെ, നോക്കാനിരുന്ന അർജുനൻ വിഷമത്തോടെ കയ്യിൽ തലയിലും വെച്ച് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ അവിടെ ഇരുന്നു പോവുകയാണ് ചെയ്യുന്നത്. കയ്യിലുള്ള ഗാണ്ഡീവം, ശരം എല്ലാം തറയിലിട്ട് എന്തു ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണ്. അപ്പം 3 ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം, അതിൻ്റെ അർത്ഥവും ഭാവാർത്ഥവും. അഹോബത, അതിൻ്റെ കൂടെ പറയാം. അഹോബത മഹത് പാപം കർത്തും വ്യവസിതാ വയം യത് രാജ്യ സുഖലോകേന ഹന്തും സ്വജനമുദ്ധൃത. അക്ഷരാർത്ഥം യത്, യാതൊന്നുകൊണ്ടും വയം ഞങ്ങൾ രാജ്യസുഖ ലോമേന രാജ്യം വാഴുന്നതിലുള്ള സുഖം മോഹിച്ച് സ്വജനം ബന്ധുക്കളെ ഹന്തും, ഞാൻ വായിച്ചു പോകാം അല്ലെങ്കിൽ സമയം ഒരുപാടാവും, കേട്ടിരുന്നാൽ മതി. ഹന്തും കൊല്ലാൻ, ഉദ്യതാഹ ഉദ്യമിക്കുന്നുവോ, തത് അതുകൊണ്ട്, മഹത് പാപം വലിയ പാപം, കർത്തും ചെയ്യാൻ, വ്യവസിതാഹ തുനിഞ്ഞവരാകുന്നു, അഹോ ആശ്ചര്യം, ബത കഷ്ടം. വിവർത്തനം ഭാവാർത്ഥം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. കഷ്ടം ഇതാരാണ് പറയുന്നത്? അർജുനനാണ് പറയുന്നത്. കഷ്ടം, എന്തൊരു പാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? ഇത് കൃഷ്ണനോട് ചോദിക്കുകയാണ്. കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറയുകയാണ്. ഇവിടെ കൃഷ്ണനോട് ചോദ്യം ചെയ്യുകയാണ് അർജുനൻ. എന്തൊരു മഹാപാപത്തിനാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്? എല്ലാവരെയും കൊല്ലാൻ വേണ്ടി, അതും സ്വജനങ്ങൾ, നമ്മളുടെ ബന്ധുക്കളെ കൊല്ലാൻ തന്നെ നമ്മൾ, രാജ്യം ഭരിക്കാനുള്ള ആഗ്രഹം, അതിനുവേണ്ടി ബന്ധുക്കളെ പോലും കൊല്ലാൻ നമ്മൾ തൽപരരായിരിക്കുകയാണ് എന്ന് ഇവിടെ അർജുനൻ കൃഷ്ണനോട് പറയുന്നു. ഭാവാർത്ഥം: സ്വാർത്ഥമോഹത്താൽ സ്വന്തം അച്ഛനമ്മയെയോ
സഹോദരന്മാരെയോ കൊന്നുകളയാൻ ഒരാൾ പ്രേരിതനായേക്കും. അത്തരം പല സന്ദർഭങ്ങൾ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അർജുനൻ സാത്വികനായ ഒരു ഭക്തനായകയാൽ ധാർമ്മിക പ്രമാണങ്ങളെ പറ്റി എപ്പോഴും ബോധവാനാണ്. അതുകൊണ്ട് അധാർമിക കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ക്ലാസ്സുകളിൽ 5 കാരണങ്ങൾ, അല്ലേ, 5 കാരണങ്ങൾ അർജുനൻ പറഞ്ഞു. എന്തുകൊണ്ട് യുദ്ധം ഞാൻ ചെയ്യില്ല എന്ന് കൃഷ്ണനോട് പറഞ്ഞു, അല്ലേ? എന്താണ് ആ 5 കാരണങ്ങൾ? ഞാൻ ഒരു ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞുതരാം. 5 കാരണങ്ങൾ. ICSE-D, നമ്മളുടെ സ്റ്റേറ്റ് സിലബസ് CBSE ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു ICSE എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ICSE-D, അതാണ് 5 കാരണങ്ങൾ. ICSE-D, 5 കാരണങ്ങൾ. എന്താണ് ഈ ICSE-D? I എന്ന് പറഞ്ഞാൽ ഇൻഡിസിഷൻ. യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലേ? കൊല്ലണോ വേണ്ടയോ, വെറുതെ ശസ്ത്രമില്ലാതെ നിൽക്കണോ വേണ്ടയോ, ഞാൻ സന്യസിക്കാൻ പോകണോ വേണ്ടയോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അർജുനനുള്ളത്. ഇൻഡിസിഷൻ, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അല്ലേ? അടുത്തത് എന്താണ്? C. എന്താണ് C? കമ്പാഷൻ, ഫോൾസ് കമ്പാഷൻ. അതായത് നമ്മൾ അനുകമ്പ കാണിക്കുന്നത് മിഥ്യാ അനുകമ്പ കാണിക്കുന്നു. എന്താണ് മിഥ്യാ അനുകമ്പ ഇവിടെ അർജുനൻ കാണിച്ചത്? മിഥ്യാ അനുകമ്പ എന്ന് പറഞ്ഞാൽ ദേഹാത്മബുദ്ധി, അല്ലേ? അർജുനൻ പറയുന്നത് എൻ്റെ ബന്ധുക്കളാണ് അവിടെ ഉള്ളത്, എൻ്റെ മിത്രങ്ങളാണ് അവിടെ ഉള്ളത്, എൻ്റെ മുതുമുത്തച്ഛന്മാരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ദേഹാത്മബുദ്ധി എന്ന് പറയും. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ആത്മാവല്ല. ഞാൻ ഈ ശരീരമായതുകൊണ്ട് എൻ്റെ പത്നിയും പുത്രാദികളും ബന്ധുക്കളും മിത്രന്മാരും എല്ലാം എൻ്റെ ശരീരത്തിനെ ആസ്പദമാക്കിയുള്ളവരാണ്. അപ്പോൾ നമ്മൾ ശാരീരിക ബുദ്ധിയിൽ നമ്മളുടെ ബോധം ഇട്ടുകഴിഞ്ഞാൽ നമ്മളുടെ അനുകമ്പ എന്താവും? മിഥ്യാ അനുകമ്പയാവും, ഫോൾസ് കമ്പാഷൻ, അല്ലേ? പിന്നെന്താണ്? ICS എന്താണ്? ഫിയർ ഓഫ് സിൻ. അതായത് പാപം, ഈ പ്രവൃത്തി എല്ലാവരെയും കൊല്ലുന്നത് മൂലം എനിക്ക് പാപം വന്നു ചേരും, അല്ലേ? എന്തുമാത്രം ധാർമ്മിക യുദ്ധമായാലും ശരി, യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ല് എന്ന് പറയുന്ന വാക്കാണ്, അല്ലേ? കൊല്ല്, അവനെ കൊല്ല്, ദേഷ്യം കൊല്ല്, അല്ലേ? ആക്രോശത്തോടെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും ചിരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ടോ? ചെയ്യത്തില്ല. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണൻ പോലും ആ ദേഷ്യം കാണിച്ചുകൊണ്ടാണ് രഥമോടിച്ചത്, അല്ലേ? സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദേഷ്യം കാണിക്കുകയാണ്. അപ്പോൾ ഫിയർ ഓഫ് സിൻ, പാപം ചെയ്യുമോ എന്നുള്ള ഒരു പേടി. പിന്നെന്താണ്? ICSE എന്താണ്? എൻജോയ്മെന്റ്. എന്തിൻ്റെ എൻജോയ്മെന്റ് ആണ്? ഫ്യൂട്ടൈൽ എൻജോയ്മെന്റ്. അതായത് ഞാൻ സുഖം നേടാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദിസ് ബാറ്റിൽ? ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്കം എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ സുഖിക്കാനാണ് ഇത്രയും ചെയ്യുന്നത്. ഈ രാജ്യം കൈ കിട്ടിയിട്ടുണ്ട്. എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? രാജസുഖങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അത് ചെയ്യണമെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളുടെ ബന്ധുക്കൾ വേണം, അല്ലേ? ഓണസദ്യ തനിച്ചിരുന്ന് ഉണ്ടാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര ബോറായിരിക്കും. ആദ്യത്തെ പന്തി കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും, അല്ലേ? പിന്നെ ആ പരിപ്പൊക്കെ ഒന്ന് കഴിഞ്ഞ്
സാമ്പാർ ഇടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആരുമില്ലെങ്കിൽ എന്ത് തോന്നും? വിഷമം തോന്നും. അതാണ് എന്താണ് ICSE. എന്താണ്? എൻജോയ്മെന്റ്, ഫ്യൂട്ടൈൽ എൻജോയ്മെന്റ്. ഞാൻ എല്ലാവരെയും കൊന്നാൽ ബാക്കി ആരുണ്ടാവും? ഞാൻ മാത്രം ഉണ്ടാവും. അതിന് ഞാൻ എന്തിനാണ് എല്ലാവരെയും കൊല്ലുന്നത്? അത് ഫ്യൂട്ടൈൽ എൻജോയ്മെന്റ്. ICSE അവസാനത്ത് എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡൈനാസ്റ്റി, അതായത് നമ്മളുടെ കുലം, ഡിസ്ട്രക്ഷൻ ഓഫ് ഡൈനാസ്റ്റി അല്ലെ, DOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് ഡൈനാസ്റ്റി. കുലം നശിച്ചു പോകും. കുലം നശിച്ചു പോയാൽ അതിനുള്ള കോൺസിക്വൻസ് ഇങ്ങനെ പറയാണ് അർജുനൻ. കുലം നശിച്ചാൽ അങ്ങോട്ടിങ്ങോട്ട് വർണ്ണസങ്കരം ഉണ്ടാകും, ശ്രാദ്ധ പിണ്ഡങ്ങൾ കൊടുക്കാതെ ആകും. ഇതെല്ലാം ഒരു വർണ്ണാശ്രമ ധർമ്മത്തിനെ എതിരെയാണ്. വർണ്ണസങ്കരം നടന്നു കഴിഞ്ഞാൽ, ഈ കലിയുഗത്തിൽ വർണ്ണസങ്കരം ഇല്ല. എന്തുകൊണ്ടാണ് കലിയുഗത്തിൽ വർണ്ണസങ്കരം ഇല്ലാത്തത്? എല്ലാവരും ശൂദ്രന്മാരാണ്, ശൂദ്രാണികളും ശൂദ്രന്മാരാണ്. പിന്നെ എന്താണ് വേറെ വർണ്ണസങ്കരം ഉള്ളത്? നമ്മൾ അങ്ങോട്ടിങ്ങോട്ട് കല്യാണം കഴിക്കുന്നത്, ഒരു ശൂദ്രൻ വേറൊരു ശൂദ്രാണിയെ കല്യാണം കഴിക്കുകയാണ്. കലവും ശൂദ്ര സംഭവം. അതുകൊണ്ട് വർണ്ണസങ്കരം ഇല്ല. പക്ഷെ ദ്വാപരയുഗത്തിൽ വർണ്ണസങ്കരം, അത് അനുലോമ പ്രതിലോമ എന്ന് പറയുന്ന വിവാഹം പറഞ്ഞിട്ടുണ്ട് ധർമ്മശാസ്ത്രങ്ങളിൽ. അപ്പോൾ അതിനെ പേടിക്കുകയാണ് അർജുനൻ. ശ്രാദ്ധപിണ്ഡങ്ങൾ കൊടുക്കാൻ ആളില്ല, വർണ്ണസങ്കരം ഉണ്ടാകും. ഉണ്ടാവുന്ന സന്താനം നമ്മളെ പോലെ ആയിരിക്കും. എല്ലാം തിരിച്ചും മറച്ചും, നേരെ വഴി പോകാതെ എല്ലാം തിരിച്ചും മറച്ചും വളഞ്ഞു വഴിക്കും ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിന്നെ ജനിക്കാൻ പോകുന്നത്. ഈ സമൂഹം ദുരന്തത്തിലേക്ക് പോകും. അപ്പൊ എന്താണ് ICSE? I എന്താണ്? ഇൻഡിസിഷൻ. C എന്താണ്? കമ്പാഷൻ, ഫോൾസ് കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഫോൾസ് കമ്പാഷൻ. S എന്താണ്? സിന്ന്, പാപം, ഫിയർ ഓഫ് സിൻ. പാപം നമ്മൾ ഏറ്റുവാങ്ങാനുള്ള സാധ്യത, മഹത് പാപം അല്ലെ, ഈ ശ്ലോകത്തിലും പറയുന്നുണ്ട്. പിന്നെന്താണ്? എന്താണ്? എൻജോയ്മെന്റ്. ഈ യുദ്ധം കഴിഞ്ഞ് ഞാൻ ആരോട് ഓണസദ്യ കഴിക്കും? ഞാൻ മാത്രം പരിപ്പും ചോറും കഴിച്ചിട്ട് കൈ കഴുവേണ്ടി വരും, പായസം പോലും കഴിക്കാൻ തോന്നത്തില്ല. പിന്നെന്താണ്? D എന്താണ്? ഡൈനാസ്റ്റി, ഡിസ്ട്രക്ഷൻ ഓഫ് ഡൈനാസ്റ്റി അല്ലേ? ക്ലിയർ ആണല്ലോ? ഈ 5 കാരണങ്ങൾ കൊണ്ട് ഈ 44-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെ. ഈ ശ്ലോകത്തിന് മുന്നിലുള്ള പല ശ്ലോകങ്ങളും ഈ 5 കാരണങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? വിവർത്തനം. അർജുനൻ പറയുന്നത് എന്താണ്? കഷ്ടം. തുടങ്ങുമ്പോൾ തന്നെ കഷ്ടം. അഹോ മഹത് പാപം. അയ്യോ, പാപമുണ്ടാകാൻ പോവുകയാണ് അല്ലേ? അങ്ങോട്ടിങ്ങോട്ട് കൊല്ലാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ബന്ധുക്കളെ കൊല്ലണമോ എന്ന് പറയുന്നു. ഭാവാർത്ഥത്തില് പ്രഭുപാദ് എന്ത് പറയുന്നു? ചരിത്രത്തിൽ സ്വന്തം അച്ഛനെയും സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരനെയും സഹോദരിയെയും കൊന്ന ഘട്ടങ്ങളുണ്ട് അല്ലേ? എന്താണ് ഒരു എക്സാമ്പിൾ? ഒരു സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ സ്വന്തം അച്ഛനെ കൊല്ലുന്നത് ചരിത്രത്തിൽ. അല്ലല്ല, ഞാൻ പറഞ്ഞ അച്ഛനെ കൊല്ലുന്നതാണ്. രണ്ടാമത്തെ ആൻസർ കറക്റ്റാണ്. രണ്ടാമത്തെ പറഞ്ഞത്, ഇവിടെ ഉത്തരം പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം, അതായത് സ്വന്തം അമ്മയെ കൊന്നത് ആരാണ് ചരിത്രത്തിൽ? അതിന് പരശുരാമനാണ് സ്വന്തം അമ്മയെ കൊല്ലുന്നത് അല്ലെ? സ്വന്തം അച്ഛനെ കൊന്നവരാരെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ ഹിംസിച്ചത്, കൊല്ലാൻ തുല്യമാണ് നിന്ദിക്കുക, ഹിംസിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അച്ഛൻ മകനെ, മകൻ അച്ഛനെ, അല്ലെങ്കിൽ അച്ഛൻ മകനെ. പ്രഹ്ലാദ് മഹാരാജ് അല്ലെ? ഒരു അച്ഛൻ സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം മകൻ അച്ഛനെ കൊല്ലുന്നത് എവിടെയാണ്? കൊല്ലാൻ ശ്രമിക്കുന്നത് എവിടെയാണ്? കംസൻ കൊന്നില്ല, പക്ഷേ ആ രാജപദവിയിൽ നിന്നും വലിച്ചിറക്കി
വയസ്സനായ ഉഗ്രസേനൻ മഹാരാജാവിനെ വലിച്ചിറക്കി, അല്ലേ, ഇവിടെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ച ആൾ ആരാണ്? കംസൻ. ആരെ കൊല്ലാൻ ശ്രമിച്ചു? ദേവകിയെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലേ? പിന്നെ ഇവിടെ അനേവാസുദേവ് പറഞ്ഞ ഉദാഹരണം, പരശുരാമൻ സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. ക്ലിയർ ആണല്ലോ. സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ഫ്രണ്ട്സ് അല്ലേ? വാലി സുഗ്രീവൻ അല്ലേ? വാലിയും സുഗ്രീവനും വാലി സുഗ്രീവനെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലേ? വേറെ ആരാണ് സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? പാണ്ഡവരും കൗരവരും, അല്ലേ? പിന്നെ നമ്മുടെ അടുത്ത കാലത്തുള്ള ചരിത്രത്തിൽ ഔറംഗസേബ് കേട്ടിട്ടുണ്ടോ? ഔറംഗസേബ് എങ്ങനെയാണ് ചെയ്യുന്നത്? സ്വന്തം സഹോദരന്മാരെയും അച്ഛനെയും എല്ലാവരെയും കൊന്ന് താൻ ആ മുഗൾ രാജ്യം ഭരിക്കണം, എംപറർ ആവണം എന്ന് പറയും, അല്ലേ? അതല്ലാതെ നമ്മളുടെ വീട്ടിലും നമ്മളെ ചുറ്റുപാടുമുള്ള പല ആൾക്കാർ സഹോദരനെയും സഹോദരിയെയും കൊല്ലാൻ ശ്രമിക്കുന്നതും അച്ഛനമ്മമാരെ കൊല്ലാൻ ശ്രമിക്കുന്നതും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതും, അല്ലേ? അതൊക്കെ സുപരിചിതമാണ്. ഞാൻ ചോദിച്ചത് ചരിത്രത്തിൽ ഇതൊക്കെയാണ്, അല്ലേ? പിന്നെ വേറെ ആരാണ്? അംഗമഹാരാജാവ്, അല്ലേ? വേന അംഗമഹാരാജാവ്. വേന ആരായിരുന്നു? അംഗമഹാരാജാവിന്റെ മോനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും വളരെ ക്രൂരമായ പ്രവൃത്തിയായിരുന്നു. 5-ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ സഹോദരന്മാരെയും മിത്രങ്ങളെയും കൊല്ലുകയായിരുന്നു വേന എന്ന് പറയുന്ന ആ ഒരു ക്രൂരനായ മഹാരാജാവ്. അപ്പൊ അത് കണ്ടുകൊണ്ട് അംഗമഹാരാജാവ് തൻ്റെ രാജ്യം വിട്ട് തന്നെ വാനപ്രസ്ഥത്തിലേക്ക് പോയി. ഒരു അമ്മയും മോന്റെ ഉദാഹരണം എന്താണ്? സുരുചിയും ധ്രുവ മഹാരാജാവ്, അല്ലേ? തൻ്റെ സ്വന്തം എന്താണ് കുഞ്ഞമ്മ തന്നെ ധ്രുവ മഹാരാജാവിനെ കാട്ടിലേക്ക് പോവാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതാണ് ഇവിടെ സംക്ഷിപ്തമായിട്ട് പറയുന്നത്. ചരിത്രങ്ങളിൽ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളുണ്ട്. പരശുരാമന്റെ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ എത്ര പേർക്ക് അറിയാം പരശുരാമന്റെ അമ്മയെ കൊല്ലുന്ന ആ ചെറിയ കഥ? കുറച്ച് പേർക്ക് അറിയാം. അപ്പൊ ഞാൻ പെട്ടെന്നങ്ങ് പറയാം. പരശുരാമൻ പുരാണങ്ങളിൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് കൂടുതൽ ഈ വിവരങ്ങളുള്ളത്. ബ്രഹ്മാണ്ഡ പുരാണം, ഹരിവംശം, മഹാഭാരതത്തിലെ അനേക പർവ്വകൾ, അതിലാണ് ഈ റെഫറൻസ് കൊടുക്കുന്നത്. ഇത് തികച്ചും പൗരാണിക പ്രൂഫ് ഉള്ളതാണ്, റെഫറൻസ് ഉള്ളതാണ്. പരശുരാമൻ നമുക്കറിയാം കേരളത്തിൻ്റെ കേരളം ഉണ്ടാക്കിയെടുത്തത് പരശുരാമനാണ്. അതിൻ്റെ കഥ വേറെ ഉണ്ട്. തൻ്റെ പരിശു സമുദ്രത്തോട് എറിയും, അല്ലേ? എറിഞ്ഞിട്ട് പറയും വരുണദേവൻ, വരുണൻ എന്ന് പറഞ്ഞാൽ സമുദ്രം, സാഗരം, അല്ലേ? വരുണനെ പറയും, ഞാൻ എവിടെ പരിശു എറിയുന്നോ എവിടെ വീഴുന്നോ അവിടെ മുതൽ എനിക്ക് ലാൻഡ് വേണം, അവിടെ മുതൽ എനിക്ക് സ്ഥലം ഉണ്ടാക്കിയെടുക്കണം, നീ മാറിക്കൊടുക്കണം, വെള്ളം മാറിക്കൊടുക്കണം. അങ്ങനെയാണ് കേരളം ഉണ്ടാവുന്നത്. നമ്മൾ കേരളപ്പിറവി എന്ന് പറയുന്നത് 70 വർഷം, 75 വർഷം, 80 വർഷം എന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ കേരളപ്പിറവി പല യുഗങ്ങൾ മുമ്പ് നടന്നതാണ്, പണ്ട് മുതലേ ഉണ്ട്. സത്യയുഗത്തിലാണ് പരശുരാമന്റെ ഈ കഥ വരുന്നത്. അതും ഏത് സത്യയുഗമാണെന്ന് അറിയില്ല. ഈ യുഗത്തിലെ ദിവ്യയുഗത്തിലെ സത്യയുഗമാണോ, ഇതിന്റെ മുമ്പത്തിലെ മന്വന്തരയിലുള്ള സത്യയുഗമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പം നിങ്ങൾക്ക് അറിഞ്ഞേക്കാം. അപ്പോൾ ഒരുപാട് കോടി വർഷങ്ങൾ മുമ്പാണ് കേരളം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ കേരള പിറവി അന്ന് അല്ല നമുക്ക് കേരളം ഉണ്ടായി വന്നത്. അപ്പോൾ പരശുരാമൻ ആരുടെ പുത്രനായിരുന്നു? ജമദഗ്നി ഋഷി എന്ന് പറയുന്ന ഋഷിയുടെ പുത്രനായിരുന്നു. ഭാർഗവൻ എന്നൊരു പേരുണ്ട് പരശുരാമൻ. ഭൃഗു മുനിയുടെ, നമ്മളുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ
ആ നാഭി ഇരിക്കുന്ന ആ ദ്വാരത്തിൽ രണ്ടുപേര് ഇരിപ്പുണ്ട് അവിടെ, അല്ലേ? ഭൂദേവി ശ്രീദേവി ഉണ്ട്, അതിൻ്റെ കൂടെ 2 ഋഷിമാരിപ്പുണ്ട്. അതിലൊരു ഋഷിയാണ് ഭൃഗു മഹർഷി, രണ്ടാമത്തത് മാർക്കണ്ഡേയ ഋഷി. അപ്പോൾ ഈ ഭൃഗു മഹർഷിയുടെ ആ ലീനിയേജിൽ വരുന്നതാണ്. അതുകൊണ്ട് ഭാർഗവൻ എന്നുള്ള ഒരു പേരുണ്ട് പരശുരാമൻ. ഭാർഗവൻ എന്നുള്ള ഒരു പേരുണ്ട്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ ഭൃഗു ഋഷി. ഭൃഗു ഋഷിയുടെ അങ്ങനെ ആ പരമ്പരയിൽ ച്യവനപ്രകാശ് ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? ച്യവനപ്രകാശ്, അല്ലേ? കഴിച്ചിട്ടുണ്ട്. ആ ച്യവനമുനി ഉണ്ടാവുന്നത് ഈ ഭൃഗുവിൻ്റെ മോനായിട്ടാണ്, ഭൃഗുവിൻ്റെ ശിഷ്യനോ മോനായിട്ടാണ് ഇതിൽ വരുന്നത്. അങ്ങനെ വന്ന് അവസാനം പരശുരാമനിൽ ജമദഗ്ന ഋഷിയുടെ പുത്രനായ പരശുരാമൻ. പരശുരാമൻ 5ാമത്തെ പുത്രനാണ്. ജമദഗ്നിയുടെ രേണുകയുടെയും 5ാമത്തെ പുത്രനാണ് പരശുരാമൻ. രേണുക ആരാണ്? അവരാരായിരുന്നു? അവര് പ്രിൻസസ് ആയിരുന്നു, അല്ലേ? പ്രിൻസസിന് എന്ത് പറയും മലയാളത്തില്? യുവരാണി, അല്ലേ? രാജകുമാരി. രാജകുമാരി. അയ്യോ, അത്ര ഈസി ആയിരുന്നു. രാജകുമാരി ആയിരുന്നു ആര്? രേണുക. വേറൊരു രാജകുമാരി ആരാണ്? കർദമയും ദേവഹൂതിയും. ദേവഹൂതി എന്ന് പറയുന്നത് ആരുടെ പുത്രിയാണ്? സ്വയംഭവ മനുവിൻ്റെ, അല്ലേ, പുത്രിയാണ് ദേവഹൂതി എന്ന് പറയുന്നത്. അതുപോലെ ഒരു മഹാരാജാവിൻ്റെ പ്രസേനജിത്ത് എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ മോളാണ് ആര്? രേണുക എന്ന് പറയുന്നത് രാജകുമാരി. ആരെ കല്യാണം കഴിച്ചു കൊടുത്തു? ജമദഗ്നി ഋഷീനെ കല്യാണം കഴിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞു പരശുരാമൻ എത്രാമത്തെ പുത്രനാണ് അവർക്ക്? 5ാമത്തെ പുത്രനാണ്. അപ്പൊ അതായത് 4 പുത്രന്മാർ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജമദഗ്നി ഋഷി, പിന്നെ പരശുരാമൻ ജനിക്കുന്നു. അദ്ദേഹം അച്ഛൻ്റെ അരികെ തന്നെ ധനുർവിദ്യ, അല്ലേ? പരശുരാമൻ എന്തിനാണ്? മാർഷൽ ആർട്സ്, അല്ലേ? വരുന്ന വഴിക്ക് ഇവിടെ അഗസ്ത്യ മാർഷൽ ആർട്സ് എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ കളരി എല്ലാത്തിൻ്റെയും മൂലകർത്താവ് ആരാണ്? പരശുരാമനാണ്. അപ്പൊ ഈ പരശുരാമൻ 5ാമത്തെ പുത്രൻ, ചെറിയ കുട്ടി, ചേട്ടന്മാർ 4 പേരുണ്ട്. എത്ര പേർക്ക് ആ ഒരു അനുഭവം ഉണ്ട്? മുതിർന്ന 4 ചേട്ടന്മാരും നമ്മൾ അവസാനത്തെ അനിയനാവുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും നമ്മളെ ബുള്ളി ചെയ്യും, അല്ലേ? എല്ലാവരും നമ്മളെ, അച്ഛനമ്മമാർ മാത്രമേ നമുക്ക് കൊഞ്ചത്തുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ചവിട്ടങ്ങ് ചവിട്ടിയിട്ട് പോകും, അല്ലെങ്കിൽ ഒരു കുത്തങ്ങ് കുത്തിയിട്ട് പോകും. അങ്ങനെയാണ് പരശുരാമൻ 5ാമത്തെ പുത്രനായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അവസാനത്തെ പുത്രൻ അല്ലെങ്കിൽ അവസാനത്തെ സന്തതി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വളരെ ഹൃദയത്തിന് അടുപ്പമുള്ള ഒരു കൊച്ചായിരിക്കും, അല്ലേ? അവസാനത്തെ കൊച്ച് എപ്പോഴും സ്പെഷ്യലാണ്. അത് 2 കൊച്ചാണെങ്കിൽ 2ാമത്തെ കൊച്ച് സ്പെഷ്യലാണ്. 1 കൊച്ചാണെങ്കിൽ ആ കൊച്ച് തന്നെ സ്പെഷ്യലാണ്. 5 കൊച്ചുങ്ങളാണെങ്കിൽ 5ാമത്തെ കൊച്ച് സ്പെഷ്യലാണ്. അപ്പൊ അച്ഛനമ്മയോടായിരുന്നു കൂടുതൽ സ്നേഹം. ചേട്ടന്മാർ എപ്പോഴും നുള്ളിയും പറിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും, അടിയൊക്കെ കൊടുത്തിട്ട് പോകും. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവർ വലുതാകുകയാണ്, വലുതായി കൗമാരന്മാരാവുകയാണ്. എന്താണ് നമ്മളിവിടെ, എന്തുകൊണ്ടാണ്, എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മളിപ്പോൾ പരശുരാമന്റെ കഥ പറയുന്നത്? ചരിത്രത്തിൽ സ്വന്തം അമ്മയെ കൊന്ന വ്യക്തികൾ, അല്ലേ? പരശുരാമൻ, അതിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ജമദഗ്നി മഹർഷി, അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. രേണുകാദേവി അവിടെ ആശ്രമത്തിലുണ്ടായിരുന്നു. 4 പുത്രന്മാരും 5 പുത്രന്മാരും ഉണ്ട് പരശുരാമ സഹിതം. എന്താണ് രേണുകാദേവിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ആശ്രമം എന്ന് പറയുന്നത് നർമ്മദാ നദീതീരത്തിനടുത്താണ്. നർമ്മദാ നദീതീരത്തിൻ്റെ അടുത്താണ് ഇവരുടെ ആശ്രമം. വെള്ളം എടുക്കാൻ വേണ്ടി നർമ്മദാ നദീ തീരത്ത് അവിടെ പോയി. അല്ല, ഇന്നത്തെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആ ഭാഗത്തിലാണ് വരുന്നത്. അങ്ങനെ പോയപ്പോൾ മക്കളൊക്കെ ആശ്രമത്തിലുണ്ട്. അച്ഛൻ തപസ്സനുഷ്ഠിക്കാൻ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. അമ്മയാണെങ്കിലോ വെള്ളമെടുക്കാൻ, നർമ്മദാ നദിയിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി നദീതീരത്ത് പോയിരിക്കുകയാണ്.
അവിടെ പോയപ്പോൾ അവിടെ ഗന്ധർവന്മാർ, അപ്സരമാർ ഇവരെല്ലാവരും ആ വിന്ധ്യപർവ്വതത്തിൻ്റെ താഴെ ജലക്രീഡ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അങ്ങോട്ടിങ്ങോട്ട് വെള്ളം, അല്ലേ, നമ്മളിപ്പോൾ ഇന്നത്തെ സ്വിമ്മിംഗ് പൂളിൽ പോയി അങ്ങോട്ടിങ്ങോട്ട് വെള്ളം തെറിപ്പിക്കും, അല്ലേ? അതുപോലെ നമ്മൾ സമുദ്രത്തിൽ പോയാലും ബീച്ചിൽ പോയാലും അങ്ങോട്ടിങ്ങോട്ട് വെള്ളം തെറിപ്പിക്കും. അതുപോലെ അവർ ജലക്രീഡയായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ അവരുടെ ആ ചാസ്റ്റിറ്റി, അവർക്ക് എന്തുകൊണ്ട് ഞാൻ അതിൽ കലർന്നുകൂടാ എന്ന് പറയുന്ന ആ ഒരു ഭാവം മനസ്സിൽ വന്നു, അല്ലേ? ചാസ്റ്റിറ്റി എന്താണ് മലയാളത്തിൽ പറയുന്നത്? പാതിവൃത്യം, അല്ലേ? പാതിവൃത്യത്തിൽ ഭംഗം വന്നു. അങ്ങനെ വന്നപ്പോൾ അതിങ്ങനെ കണ്ടു നിന്നുപോയപ്പോൾ വെള്ളം കൊണ്ടുവരാൻ താമസിച്ചു. ജാമദഗ്നി മുനി തൻ്റെ തപസ് കഴിഞ്ഞിട്ട് മധ്യാഹ്ന ഭക്ഷണത്തിന് വേണ്ടി, പ്രസാദം കഴിക്കാൻ വേണ്ടി ആശ്രമത്തോട്ട് വന്നപ്പോൾ മക്കളോട് ചോദിച്ചു, അമ്മ എവിടെയാണ്? അമ്മ എവിടെ പോയി? നർമ്മദാ നദീതീരത്ത് വെള്ളമെടുക്കാൻ പോയി. എപ്പോ പോയി? രാവിലെ പോയി, അല്ലേ? നമ്മളുടെ മക്കൾക്ക് നമ്മൾ പറയുമല്ലോ, അല്ലേ? മക്കൾ പറയും, ദാ അച്ഛാ അമ്മയെ ഞാൻ പുറത്തോട്ടങ്ങ് പോയിട്ട് വരികയാണ്. എന്നിട്ട് രാവിലെ പോയ ആൾ എപ്പോഴാണ് വരുന്നത്? പാതിരാത്രിക്കാണ് വരുന്നത്, അല്ലേ? ഇടയ്ക്ക് വിളിച്ചാൽ എന്ത് പറയും? ഞാൻ അവിടെയാണ്, ഇവിടെയാണ് എന്നൊക്കെ പറയും, അല്ലെ? കൂട്ടുകാരൊപ്പം നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. കൂട്ടുകാരും ഒപ്പം നിൽക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു, അമ്മ രാവിലെ പോയി വെള്ളമെടുക്കാൻ. 5-6 മണിക്കൂറായി ഇതുവരെ എന്തുകൊണ്ട് വന്നില്ല? എത്ര കുടം വെള്ളം എടുക്കാൻ പോയി? 2 കുടം വെള്ളം എടുക്കാൻ പോയി. 2 കുടം വെള്ളം എടുക്കാൻ 2 മൈൽ ദൂരത്തിൽ 2 കുടം വെള്ളം എടുക്കാൻ എത്ര സമയം വേണം? അധികം സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ മതി. പക്ഷേ രേണുകാദേവി വരാൻ താമസിച്ചു. 5-6 മണിക്കൂറായിട്ടും മധ്യാഹ്നത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ. ജാമദഗ്നി മുനി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട്, മന്ത്രശക്തി കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. അവിടെ വായും പൊളർന്ന് രേണുകാദേവി അവിടെ ജലക്രീഡ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില ആണുങ്ങൾ തൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി മദ്യം വെക്കും. എന്നിട്ട് ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ്, എപ്പോൾ വരും? എന്നിട്ട് ഭാര്യ കഴിക്കാതെ, ഇങ്ങനെ ഊണൊന്നും കഴിക്കാതെ ഈ മദ്യം വയ്ക്കുന്ന ഭർത്താവിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, അല്ലേ? അപ്പോൾ എന്താണ്? വന്നില്ല, ഇതുവരെ വന്നില്ല. അപ്പൊ മനസ്സിലായി എവിടെയാണ്? ആ നർമ്മദാ തടത്തിൽ അവരുടെ ജലക്രീഡ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മനസ്സിൽ, രേണുകാദേവിയുടെ മനസ്സിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ പോയി ജലക്രീഡ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. ഇത്രയും പറഞ്ഞപ്പോൾ രേണുകാദേവി അവിടെ നിന്ന് വരാൻ തുടങ്ങി. വന്ന് ഇവിടെ ആശ്രമത്തിലേക്ക് വന്നു. എവിടെ പോയി എന്ന് ചോദിച്ചു. ഞാൻ വെള്ളമെടുക്കാൻ പോയി. എന്തുകൊണ്ട് ഇത്രയും നേരം? 6 മണിക്കൂർ എന്തുകൊണ്ട് എടുത്തു? തുറന്നു പറഞ്ഞു, ഞാൻ അവിടെ ജലക്രീഡ കണ്ട് സ്തംഭിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. വേറെ ഒന്നും ചോദിച്ചില്ല. ഉടനെ സ്വന്തം മക്കളോട് പറഞ്ഞു, അവളുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവല്ലാതെ, അല്ലെങ്കിൽ ഇതേ തന്നെ നമുക്ക് ഭാര്യയും, ഇത് ഭർത്താവ് മാത്രമല്ല പോകുന്നത്, അല്ല ഭാര്യ മാത്രമല്ല, ഭർത്താവിനും ഇതുപോലെ ഒരു പാതിവൃത്യമുണ്ട്. വേറെ നമ്മുടെ വേറെ സ്ത്രീ സംബന്ധം, അത് ഫോണിലൂടെയോ ചാറ്റിലൂടെയോ കണ്ടുമുട്ടുന്നതോ, ഒരു കല്യാണം കഴിച്ച ആള് ലൈംഗിക ബന്ധം, ഇതുപോലെ വിവാഹ ജീവിതത്തിന് പുറമെ ലൈംഗിക ബന്ധം വെക്കുന്നത് മഹാപാപമാണ്. അത് ഭർത്താവായാലും ശരി, ഭാര്യയായാലും ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉടനെ തൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവളെ കൊല്ല്, ഉടനെ കൊല്ല് എന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്തു കൊടുത്തു. സ്വന്തം അമ്മയെ കൊല്ലാൻ കൈ വിറച്ചു ആ മോനെ. ഞാൻ എങ്ങനെ കൊല്ലും? കൈയൊക്കെ വിറയ്ക്കുന്നു. അച്ഛാ, എനിക്ക് കൊല്ലാൻ പറ്റില്ല. എന്നാൽ നീ നിന്റെ അനുജന്റെ അടുത്ത് കൊടു. എന്നിട്ട് അനുജന്റെ അടുത്ത് പറഞ്ഞു, നീ അമ്മേനെയും കൊല്ല്, നിന്റെ ജ്യേഷ്ഠനെയും കൊല്ല്.
അമ്മേനെയും കൊല്ല്. എന്താണ്? പിതാവിന്റെ വാക്ക് പുത്രൻ പാലിച്ചില്ലെങ്കിൽ എന്താണ്? അത് അധർമ്മമാണ്. അല്ലേ? ശ്രീരാമചന്ദ്രൻ തൻ്റെ പിതാവിന്റെ പിതാവിന്റെ വാക്യപരിപാലനത്തിനാണ് എവിടെ പോയത്? കാട്ടിൽ പോയത്. അത് സത്യയുഗമാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന, ധാർമ്മികം അധാർമികം ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു യുഗമാണ്. എൻ്റെ ഇൻസ്ട്രക്ഷൻസ്, എൻ്റെ ഉപദേശങ്ങൾ നിന്റെ ജ്യേഷ്ഠൻ പാലിച്ചില്ല, അവനെയും വെട്ട്, നിന്റെ അമ്മേനെയും വെട്ട്. അവന്റെ കൈയും വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ മോന്, മൂന്നാമത്തെ മോന്, നാലാമത്തെ മോൻ, 4 പേരും പറ്റിയില്ല. പിന്നെ ആരുണ്ട് ബാക്കി? പരശുരാമനുണ്ട്. കൊടുത്തു. നീ അമ്മേനെയും 4 പേരെയും ഉടനെ വെട്ട്. ഒന്നും നോക്കിയില്ല, ചറ പറങ്ങ് വെട്ടി. അല്ലേ? 5 പേരെ കൊല. അല്ലേ? 5 പേരെ കൊന്നു. കൊന്നപ്പം ഉടനെ തൻ്റെ പിതാവിന്റെ കാലിലോട്ടങ്ങ് വീഴുന്നു. ജമദഗ്നി മുനി വളരെ സന്തുഷ്ടനായി. പുത്ര, നീ എൻ്റെ ഈ വാക്ക് പാലിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് വരം തരാൻ പോവുകയാണ്. അല്ലേ? ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, അത് നമ്മൾ ഭാര്യയായാലും ഭർത്താവായാലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ വെട്ടാനും കുത്താനും പോവാം. അപ്പൊ എന്താണ്? വരം വേണം. വരം ചോദിച്ചോളൂ. അല്ലേ? 2 വരം ഞാൻ നിനക്ക് തരാൻ റെഡിയാണ്. എന്താണ് ആ 2 വരം? ഒന്ന്, എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും തിരിച്ച് പുനർജീവിപ്പിക്കണം. രണ്ടാമത്തെ ഇതെന്താണ്? അവർ പുനർജീവിച്ചാലും അവർക്ക് ഞാൻ വെട്ടി ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ഒരു മറവി കൂടെ കൊടുക്കണം. ഇത് 2ഉം അങ്ങ് ദയവായി ചെയ്താലും എന്ന് പറഞ്ഞ് അച്ഛനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആവട്ടെ എന്ന് ജാമദഗ്നി പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഭാര്യയെയോ നമ്മളെ മക്കളെയോ വെട്ടാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ആദ്യം? നമുക്ക് ആ ഒരു തപശക്തി വേണം. തിരിച്ച് മകൻ ചോദിച്ചാൽ പുനർജീവിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കൊല്ലാൻ പറയാവൂ. ഇത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. അങ്ങനെയാണ് പരശുരാമൻ തൻ്റെ അമ്മയെയും സഹോദരന്മാരെയും കൊല്ലുന്നത്. ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ തന്നെ പിതാവിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിഗ്രഹിക്കുന്ന ആ ഒരു തരുണം. അതുപോലെ പരശുരാമൻ 21 തവണ ഈ മുഴുവൻ ലോകവും സഞ്ചരിച്ച് എല്ലാ ക്ഷത്രിയന്മാരെയും കൊന്നു. എന്തുകൊണ്ടാണ് 21 തവണ ഇങ്ങനെ സഞ്ചരിച്ചത്? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിന് ആൻസർ പറയുന്നുണ്ട്. രേണുകാദേവി മാർബ് ഇടിച്ച് 21 തവണ ഇടിക്കുകയാണ്. എന്നിട്ട് ജമദഗ്നിനെ കൊല്ലും. ആരാണ് കൊല്ലുന്നത്? കാർത്യവീരാർജുനനാണ് കൊല്ലുന്നത്. ആരാണ് കാർത്യവീരാർജുനൻ? അത് ഒരു ക്രൂരനായ ഒരു മഹാരാജാവാണ്. അദ്ദേഹത്തിന് 1000 കൈകളുണ്ട്. കാർത്യവീരാർജുനൻ അദ്ദേഹം വന്ന് ജമദഗ്നിനെ കൊല്ലുമ്പോൾ അമ്മയായ, അതായത് ഭാര്യയായ രേണുക നെഞ്ച് മാർബിലോട്ട് അടിച്ചങ്ങ് കരയും. ആ ശവശരീരം കണ്ട് കരയും. 21 തവണ അടിക്കും. അവിടെ പരശുരാമൻ ഇന്ന് കൗണ്ട് ചെയ്യും. എൻ്റെ അമ്മ 21 തവണ ഈ ക്ഷത്രിയന്മാർ, ഈ ക്രൂരനായ ക്ഷത്രിയന്മാർ എൻ്റെ അച്ഛനെ കൊന്ന കാരണം 21 തവണ മാർബിൽ തട്ടി കരഞ്ഞു. ഞാൻ 21 തവണ ഈ മുഴുവൻ ലോകവും സഞ്ചരിച്ച് ഈ ക്ഷത്രിയ കുലത്തിന് തന്നെ നാശം സംഭവിക്കും, നാശമാക്കാൻ പോവുകയാണ് എന്ന് ഒരു പ്രതിജ്ഞ എടുക്കും. അപ്പൊ നമ്മൾ 1ാമത്തെ ശ്ലോകത്തിലായി. ഇനി 2 ശ്ലോകം കൂടെ ഉണ്ട്. 45ാമത്തെ ശ്ലോകം. യദി മാമപ്രതീകാരൈ ശസ്ത്രം ശസ്ത്രപാണയാഃ ധാർത്തരാഷ്ട്രാ രണേ ഹന്യോ സ്തന്മേ ക്ഷേമതരം ഭവതി. ഞാൻ വിവർത്തനം മാത്രം വായിക്കാം. ധാർത്തരാഷ്ട്രനോട് പൊരുത്തുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിന് ഒരുങ്ങുന്നതേ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ
എന്ന് വയ്ക്കുന്നതാണ്. അർജുനൻ പറയാണ്, ഞാൻ കൗരവരോട് എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ എല്ലാ ആയുധങ്ങളും താഴോട്ടിടാൻ പോവുകയാണ്, അവരെന്നെ കൊന്നോട്ടെ എന്ന് പറയുകയാണ്. ഇത് ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നത് ഒരു ഭക്തൻ, ഒരു വിഷ്ണു ഭക്തനാണ് ഇത് തോന്നുന്നത്, അല്ലെ? ദയ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വിഷ്ണു ഭക്തനെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു സ്വഭാവമാണ്. പക്ഷെ ക്ഷത്രിയന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ യുദ്ധഭൂമിയിൽ ക്ഷത്രിയനായാൽ നമ്മൾ യുദ്ധം ചെയ്യണം, യുദ്ധത്തിൽ നിന്നും പലായനം ചെയ്യാൻ പാടില്ല, ശസ്ത്രങ്ങൾ താഴോട്ടിടാനും പാടില്ല. ഇതൊരു യജ്ഞഭൂമിയാണ്. എങ്ങനെയാണോ ഒരു ബ്രാഹ്മണന് ഹവിസ് എന്ന് പറയുന്ന ആ യജ്ഞം, നമ്മൾ എങ്ങനെയാണോ നെയ്യും സമിത്തും യജ്ഞത്തിൽ ഇടുന്നത്, അതുപോലെയാണ് ഈ ക്ഷത്രിയന്മാരുടെ യജ്ഞം എന്ന് പറയുന്നത്. യുദ്ധഭൂമിയിൽ ശസ്ത്രം കൊണ്ടുള്ള ആ ഒരു എന്താണ്, നമ്മൾ ഈ നെയ്യിടാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് അവരുടെ ശസ്ത്രമാണ്. ആ ശസ്ത്രം കൊണ്ട് അവർ യുദ്ധം ചെയ്യുമ്പോഴാണ് ആ ക്ഷാത്രധർമ്മത്തിലുള്ള യജ്ഞം നടക്കുന്നത്. ഒരു ക്ഷത്രിയ ധർമ്മമാണത്. ഇവിടെ അർജുനൻ അത് താഴോട്ടിടുകയാണ്, അല്ലേ? അത് പാടില്ല. ശ്രീകൃഷ്ണൻ പിന്നെ പറയും, നീ ഒരു മണ്ടനാണ്, നീ ക്ഷത്രിയ ധർമ്മം പാലിക്കുന്നില്ല, നീ ഒരു പേടിത്തൊണ്ടന്റെ പോലെയാണ് നീ സ്വഭാവം കാണിക്കുന്നത് എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു പ്രഭുപാദ്, ഒരു വൈഷ്ണവന് എന്താണ് ദയ? ജീവേര ദയ, വൈഷ്ണവേര സേവ, അല്ലെ? 3 കാര്യങ്ങളാണ് ചൈതന്യ മഹാപ്രഭുവിടെ സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്താണ്? ജീവേർ നാമേർ രുചി, ജീവേർ ദയ, വൈഷ്ണവ സേവ. എന്താണ്? നാമേര രുചി, ഹരിനാമത്തിൽ രുചി ഉണ്ടാവുന്നത്. 16 മാല കഴിയുമ്പോൾ 17ാമത്തെ മാല ജപിക്കാൻ നമ്മളുടെ ഹൃദയത്തിൽ തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് രുചിയുടെ ഒരു ആറ്റം എന്ന് പറയുന്നത്. ജീവേര ദയ, അല്ലേ? ജീവനോട്, എല്ലാ ജീവാത്മാക്കളോടും നമുക്കൊരു ദയ വേണം. ഹരേ കൃഷ്ണ. അങ്ങനെ 45ാമത്തെ ശ്ലോകം, 46 കൂടെ ഞാൻ വായിച്ച് നമുക്ക് ഇവിടെ തീർക്കാം. സഞ്ജയ് ഉവാച, 46ാമത്തെ ശ്ലോകം ഞാൻ വിവർത്തനം മാത്രം വായിക്കാൻ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. ഏത് അർജുനനാണോ രഥസ്ഥാപയമേ അക്ഷുത എന്ന് പറഞ്ഞ ആ 2 ഇരുവശങ്ങളുടെ ഇടയ്ക്ക് കൊണ്ട് എണീറ്റ് നിന്ന് എനിക്ക് കാണിച്ചു കൊടുക്കൂ എന്ന് അച്യുതനോട് പറയുന്നത്, ആ അർജുനൻ ഈ അധ്യായം തീരുമ്പോൾ കുഴഞ്ഞ് വീഴുന്ന പോലെയാണ്. സങ്കടത്തിൽ താഴെ അങ്ങ് ഇരുന്നു പോകും. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, ഇതൊരു വൈഷ്ണവന്റെ ഒരു ഗുണമാണ്. പക്ഷേ എന്താണ് വൈഷ്ണവന്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ശ്രീകൃഷ്ണൻ എന്താണോ ഇഷ്ടം അതാണ് ഒരു വൈഷ്ണവന് ഇഷ്ടം. ശ്രീകൃഷ്ണൻ പറയുകയാണ്, നീ പോയി യുദ്ധം ചെയ്യ്, കൊല്ല്, അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ വൈഷ്ണവന്റെ ധർമ്മം. അതുകൊണ്ട് ശ്രീകൃഷ്ണന് ഈ യുദ്ധം നടക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനമുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ അർജുനനുള്ളത്. ഇനി മുതൽ അങ്ങോട്ട് ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞ് അർജുനനെ, ഏത് അർജുനൻ ഇരുന്നോ തേർത്തട്ടിൽ ഇരുന്നോ അതേ അർജുനനെ എണീപ്പിക്കാൻ പോകുന്നത് ഈ ഭഗവത്ഗീത യഥാരൂപമാണ്.